ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നിഫ്റ്റിയുടെ മൂന്നാമത്തെ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മൂന്നാമത്തെ ഈ ആഴ്ചത്തെ ട്രേഡിംഗ് ദിവസവും അവസാനിച്ചിരിക്കുകയാണ്. ഇന്നും മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത്. വലിയ ആക്ഷൻസ് ഒന്നും മാർക്കറ്റിൽ നൽകിയിട്ടില്ല. ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഒഴികെ മാർക്കറ്റിനെ മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ റേഞ്ച് ബൗണ്ടിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു. നിഫ്റ്റി തന്നെ ഇന്ന് ഏകദേശം 24,620 ഓപ്പൺ ആയത്. അതിനുശേഷം നിഫ്റ്റി 24,581 എന്ന് പറയുന്ന ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 24,691 വരെയാണ് നിഫ്റ്റി പോയത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100-130 പോയിന്റിൻ്റെ റേഞ്ച് ബൗണ്ട് ആക്ടിവിറ്റിയാണ് ഇന്ന് നമ്മൾ കൂടുതലായിട്ടും നിഫ്റ്റിയിൽ കണ്ടത്. സെൻസെക്സിലും ഇന്ന് 16 പോയിന്റ് ഉയർത്തോടുകൂടി 81,526 വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിലാണ് ഇന്ന് വീണ്ടും മുന്നേറ്റം കണ്ടത്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുകളൊക്കെ തന്നെ ഓൾ ടൈം ഹൈയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നുള്ള ക്യൂസും മിക്സ്ഡ് ആയിരുന്നു. നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ് ഇന്ന് വൈകുന്നേരം US മാർക്കറ്റിൽ നിന്നും അവരുടെ നവംബർ മാസത്തെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. മാർക്കറ്റ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് US മാർക്കറ്റും എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം 3.5%-ന് 0.3% ആണ് ഡീവിയേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന് മുകളിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റിലെ ഒരു സെൽ ഓഫിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം US മാർക്കറ്റിൽ അടുത്ത ആഴ്ച ഫെഡറൽ റിസർവിൻ്റെ മീറ്റിങ്ങും കൂടി വരുന്നുണ്ട്. ഫെഡറൽ റിസർവിൻ്റെ പോളിസി ഡിസിഷനും കൂടി വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു നിലവാരം അനുസരിച്ചിട്ട് ഇൻഫ്ലേഷൻ കുറയുമെന്നും അതുപോലെ അവർ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു വേരിയേഷൻ മാത്രമാണ് ഇൻഫ്ലേഷനിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കണക്കുകൂട്ടലുള്ളത്. അതേസമയം അടുത്ത ആഴ്ചത്തെ ഫെഡറൽ റിസർവിൻ്റെ മീറ്റിങ്ങിൽ 25 ബേസിസ് പോയിൻ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ള അനുമാനമാണ് ഇപ്പോൾ വെച്ച് നിർത്തുന്നത്. സോ ഈ ഒരു ഇൻഫ്ലേഷൻ വരുന്നത് കൂടിയിട്ട് അവരുടെ ഫെഡറൽ റിസർവിൻ്റെ റേഞ്ച് ബൗണ്ടിന് പുറത്തേക്കാണെങ്കിൽ മാർക്കറ്റ് അത് നെഗറ്റീവായിട്ട് ഡിസ്കൗണ്ട് ചെയ്തേക്കാം. US മാർക്കറ്റിൽ ഒരു സെല്ലിങ്ങിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനായിട്ട് ബന്ധപ്പെട്ട് നാളെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഡിസിഷൻ, അതുപോലെ തന്നെ സ്വിസ് ബാങ്ക്, കനേഡിയൻ ബാങ്ക്, ബ്രസീൽ ബാങ്ക് നേരെ മറിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള പദ്ധതികളാണ് നടത്തുന്നത്. നേരെ മറിച്ച് യൂറോപ്യൻ സെൻട്രൽ ബാങ്കും സ്വിസ് ബാങ്കും കനേഡിയൻ ബാങ്കും ഒക്കെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ കട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ചൈനയിൽ പ്രധാനപ്പെട്ട സ്റ്റിമുലസ് പാക്കേജുകളുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിമ്പോസിയം സ്റ്റിമുലസ് പാക്കേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും പ്രധാനപ്പെട്ട പോളിസി മാറ്റേഴ്സുകൾ വന്നേക്കാവുന്ന ആഴ്ചകളായിട്ട് മാറുന്നു. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിമ്പോസിയം ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട്. സിൽവർ സാധാരണയായിട്ട് ഗോൾഡിലും സിൽവറിലുമാണ് ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് ഫോക്കസ് വരാൻ സാധ്യത. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ വരുന്ന സമയത്ത് ഗോൾഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്ന സമയത്ത് ഗോൾഡ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. സോ വരുന്ന ദിവസങ്ങളിൽ ഗോൾഡ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ വരികയാണെങ്കിൽ ഗോൾഡ് ഫോക്കസിൽ വരും. അതേസമയം സിൽവറിലും ഇതുപോലുള്ള ആക്ടിവിറ്റി നമുക്ക് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ ജേർണലിൽ സിൽവറിൻ്റെ ETF ഒക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നല്ല നേട്ടത്തിലാണ് ഉള്ളത്. ഏതായാലും മാർക്കറ്റ് ഓവറോൾ ഒരു റേഞ്ച് ബൗണ്ട് ആക്ടിവിറ്റി തന്നെയാണ് ഇന്നുള്ളത്. ഇന്നും FIIs ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല. ഏതായാലും FIIs ഇന്ന് പോസിറ്റീവ് ഫിഗറിൽ തന്നെയാണെങ്കിൽ ഇന്ന് വീണ്ടും മാർക്കറ്റിൽ റീറ്റെയിലേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കുറച്ചുകൂടി ബൂസ്റ്റ് ആവും. അതേസമയം നമുക്ക് നാളെ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് നാളെ നമ്മുടെ CPI ഇൻഫ്ലേഷൻ വരുന്ന ദിവസം കൂടിയാണ്. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഫിഗർ എല്ലാവരും ഇട്ട് നോക്കുകയാണ്. കാരണം GDP ഫിഗർ വന്നത് അഡ്വേഴ്സ് ആയിരുന്നു. അപ്പോൾ നവംബർ മാസത്തെ CPI ഇൻഫ്ലേഷൻ ഫിഗർ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയും നാളെ വരുന്നുണ്ട്. ഇതും ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരെ മറിച്ച് ഇന്ന് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ US മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് ചെറിയ നേരിയ നഷ്ടത്തോടു കൂടി മാത്രമാണ്. 32 പോയിന്റിൻ്റെ നഷ്ടം മാത്രമാണ് ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചറിലുള്ളത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും UK മാർക്കറ്റും നേരിയ ഫ്ലാറ്റിഷ് പോസിറ്റീവ് ആണ് ഉള്ളത്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോഴും 1 പോയിന്റിൻ്റെ മാത്രം നേട്ടത്തിലാണ് ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡ് $2,696 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ബ്രന്റ് ക്രൂഡും $73 ക്രൂഡ് ഓയിൽ $69. മേജർ ഇവൻറ്റ്സ് നമുക്കിന്ന് US നിന്നുള്ള ഇൻഫ്ലേഷൻ ഡാറ്റ തന്നെയാണ്. അതിനുശേഷം US മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നാളെ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അതേസമയം നമുക്ക് നാളെ വീണ്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 24,750 മുകളിലുള്ള ഒരു ക്ലോസിംഗ് മാത്രമാണ് നിഫ്റ്റിയിൽ അടുത്ത ആക്ടിവിറ്റിക്ക് സാധ്യതയുള്ളത്. അതേസമയം 24,500, 550 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് തന്നെയാണ് ഇന്നും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ആക്ട് ചെയ്യുന്നത്. നാളെ ഫ്രഷ് ട്രേഡുകൾ ഉണ്ടാകുമോ എന്നറിയില്ല. കാരണം നാളെ വീക്കിലി വ്യാഴാഴ്ചത്തെ എക്സ്പയറികൾ കൂടിയുണ്ട്.
നേരെ മറിച്ച് 24,500 താഴെ അല്ലെങ്കിൽ 24,450 താഴെയുള്ളൊരു ആക്ടിവിറ്റി മാത്രമാണ് നിഫ്റ്റിയിൽ ബാരിഷ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ബാരിഷ് ഫിഗേഴ്സ് അല്ലെങ്കിൽ ബാരിഷ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയായിട്ട് കാണുന്നത്. ഇനി മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് ഫേമാൻ അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് റിസർച്ച് ഫേം അഡ്വൈസറി സർവീസുകൾ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ മുഖേന ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ആക്ഷൻസ് നോക്കുന്ന സമയത്ത് ഇന്ന് സ്വാൻ എനർജി, ജുബിലന്റ് ഇൻഗ്രീവിയ, വേദാന്ത ലിമിറ്റഡ്, കെയ്നസ് ടെക്നോളജി പോലുള്ള ഓഹരികളാണ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തുന്നത്. ഇന്ന് വേദാന്ത 525 വരെ പോവുകയുണ്ടായി. അപ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് വേദാന്ത സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഓഹരിയായിരുന്നു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഹൈ 520 530 ഇടയിലാണ് പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത എന്നാണ്. ഇപ്പോഴത്തെ നിലയിൽ മെറ്റൽ സ്റ്റോക്കുകളിൽ വീണ്ടും ഒരു അപ്സൈഡിനുള്ള സാധ്യതകൾ കാണുന്നു. വേദാന്ത ഒരു ഡൗൺ സൈഡ് വരികയാണെങ്കിൽ വീണ്ടും എൻട്രി ചെയ്ത് ഒരു ലോങ് ടേം ടാർഗറ്റ് എന്ന് പറയുന്ന 570 മുതൽ 590 വരെയുള്ള ടാർഗറ്റ് ഇപ്പോഴും ഓപ്പൺ ആണ്. പക്ഷേ ഈ പറയുന്ന മാർക്കറ്റിൽ നാളത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത ആഴ്ച വരുന്ന ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം പുതിയ പൊസിഷൻസ് എടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. അതുപോലെ ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു സ്വാൻ എനർജിയാണ്. സ്വാൻ എനർജി ഇന്ന് വന്നിരിക്കുന്നത് 796 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ ആണ് ടച്ച് ചെയ്തത്. ഫുഡ് ഡെലിവറി ആപ്പുകളെ സംബന്ധിച്ച് സ്വിഗ്ഗി, സൊമാറ്റോ ഓഹരികളെ സംബന്ധിച്ച് നെഗറ്റീവായിരുന്നു. കാരണം ആമസോണും കൂടി ഈ ഒരു വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ ക്വിക്ക് സർവീസ് കൊമേഴ്സിലേക്ക് എൻട്രി ചെയ്യുന്നു എന്നുള്ള വാർത്ത സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് നെഗറ്റീവായിരുന്നു. അതേസമയം ഇന്ന് സ്വിഗ്ഗി അവരുടെ പ്രീമിയം മെമ്പർഷിപ്പ് 3 മാസത്തേക്ക് 300 രൂപ എന്ന് പറയുന്ന പ്രീമിയം മെമ്പർഷിപ്പ് കൂടി കൊണ്ടുവരുന്ന ഒരു ദിവസമായിരുന്നു. അവർക്ക് എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ആയിട്ടുള്ള 1 ടൈം ഗ്യാരണ്ടി, ഫോസ്റ്റർ ഫുഡ് ഡെലിവറി, കോംപ്ലിമെൻ്ററി കോക്ടെയിൽസ്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റോട് കൂടിയ മെമ്പർഷിപ്പ് പ്രോഗ്രാമുകൾ കൂടി സ്വിഗ്ഗി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പ്ലാറ്റ്ഫോം ഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത FIIസിൻ്റെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 1012 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് FIIസ് ഇന്ന് മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. അതുപോലെ ഇന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. അവർ അബാക്കസ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുമായിട്ട് ഡിസംബർ 13 മീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഈ അബാക്കസ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി സുനിൽ സിംഗാനിയ ഓൺ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. ഇതാണ് കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു എക്സ്ചേഞ്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു കമ്പനിയായിട്ടുള്ള ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന കമ്പനിക്ക് 650 കോടി രൂപയുടെ ഒരു ആനുവൽ കോൺട്രാക്റ്റ് കിട്ടിയതായിട്ട് അറിയുന്നു. ഇതിൽ ആഗ്രോ ഡിവിഷന് വേണ്ടിയിട്ടാണ്. അവർ ടാറ്റ ആഗ്രോ ആൻഡ് കൺസ്യൂമർ പ്രൊഡക്ട്സുമായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്നു. പ്രീമിയം കമ്മോഡിറ്റീസ്, അതായത് ടീ, കോഫി, നട്ട്സ്, സ്പൈസ് ഇതൊക്കെ സപ്ലൈ ചെയ്യുന്നതിനുള്ള കോൺട്രാക്റ്റാണ് കമ്പനിക്ക് വന്നിരിക്കുന്നത്. സ്ട്രാറ്റജിക് മൂവായിട്ടാണ് ഇതിൽ കാണുന്നത് അഗ്രി ബിസിനസ് സെഗ്മെൻറ്റിൽ. അതായത് 11 മുതൽ 14% വരെ മാർജിനാണ് ഈ ഒരു ബിസിനസ്സിൽ നിന്നും കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് കമ്പനിയുടെ സെയിൽസും പ്രോഫിറ്റും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. 1500 കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് ഇപ്പോൾ കമ്പനിക്കുള്ളത്. ഇവർക്ക് റിലയൻസിനും അക്ലൈനും ഒക്കെ ആയിട്ടുള്ള ഓൾറെഡി ഓർഡർ ബുക്ക് ഉള്ള ഒരു കമ്പനി കൂടിയാണ് ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇന്ന് ഡിഫൻസ്, അതുപോലെ തന്നെ സിമെൻറ്റ് സ്റ്റോക്കുകൾ ഒക്കെ തന്നെ ഇന്ന് പോസിറ്റീവായിരുന്നു. റെയിൽവേ സ്റ്റോക്കുകളിൽ ഇത് നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണുന്നു. പ്രത്യേകിച്ചും നാളെ വൈകുന്നേരം ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ക്യാബിനറ്റ് മീറ്റിങ്ങിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും തീരുമാനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികളോ പ്രഖ്യാപനങ്ങളോ ഉണ്ടാകുമോ ഒന്നൊരു പ്രതീക്ഷയും കൂടിയുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഡിഫൻസ് സ്റ്റോക്കുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു പുതിയ കൗൺസിൽ, ഡിഫൻസ് എക്സ്പോർട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ കൗൺസിൽ സെറ്റപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ ഉരുത്തിരിയുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിഫൻസ് സ്റ്റോക്കുകളുടെ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ പ്രത്യേകിച്ചും BEL, BDL അങ്ങനെയുള്ള പ്രധാനപ്പെട്ട എക്സ്പോർട്ട് ചെയ്യുന്ന ഡിഫൻസ് എക്യുപ്മെൻറ്റ്സുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ വരികയാണെങ്കിൽ പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതായത് 2029 കൂടി 50,000 കോടി രൂപയുടെയെങ്കിലും ഡിഫൻസ് എക്സ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നറിയുന്നു. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ആക്സിസ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇനോക്സ് GFL ഗ്രൂപ്പ് അവർ സോളാർ എനർജി സെഗ്മെൻറ്റിലേക്ക് എൻട്രി ചെയ്യുന്നുള്ള വാർത്ത കൂടി ഇന്ന് വരികയുണ്ടായി. അവരുടെ കട്ടിംഗ് എഡ്ജ് സോളാർ മൊഡ്യൂൾ മാനുഫാക്ചറിങ്ങിലാണ്. അതുപോലെ തന്നെ വിൻഡ് ആൻഡ് സ്കെയിൽ ഫോർ കംപ്ലീറ്റ് റിന്യൂവബിൾ എനർജി സൊല്യൂഷൻസ് എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അവരുടെ കീ ടാർഗറ്റ് 5 GW കപ്പാസിറ്റിയാണ്. 2.5 GW സോളാർ കപ്പാസിറ്റി, സോളാർ സെൽ മാനുഫാക്ചറിങ് ബൈ 2026. അതുപോലെ തന്നെ 1500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് 1.2 GW കപ്പാസിറ്റി ഗുജറാത്തിൽ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ്. 2025 മാർച്ചോട് കൂടിയാണ് കമ്പനി അത് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനോക്സ് GFL കൂടി അല്ലെങ്കിൽ ഇനോക്സ് വിൻഡ് കൂടി ഈ ഒരു രംഗത്തേക്ക് ശക്തമായിട്ട് വരുന്നു.
500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, 2.5 ജിഗാവാട്ടിൻ്റെ സോളാർ സെൽ മാനുഫാക്ചറിങ്, 5 ജിഗാവാട്ടിൻ്റെ സോളാർ മൊഡ്യൂൾ കപ്പാസിറ്റിയാണ് അവർ കമ്പനി ഉദ്ദേശിക്കുന്നത്. ഇതും വരുന്ന സമയങ്ങളിൽ കൂടുതൽ കമ്പനികൾ സോളാർ റിന്യൂവബിൾ എനർജി പാർട്ടിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ട്രെൻഡ് കാണിക്കുന്നത്. അതുപോലെ ടൂറിസം സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ടൂറിസം പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട വന്നിരിക്കുന്ന വാർത്തകളും അതാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത് തന്നെ ഇന്ത്യ ഗവൺമെൻറ് പുതിയ ടൂറിസം പോളിസി റിവീൽ ചെയ്യുന്നുള്ളതാണ്. അതായത് 1000 കോടിക്ക് മുകളിൽ ഫ്രഷ് ഇനീഷ്യേറ്റീവാണ് അല്ലെങ്കിൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന കൊണ്ടിൽ 1000 കോടി രൂപയുടെ അധികം ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഈ ഗവൺമെൻറ് വകയിരുത്താൻ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മെയിൻ ഫോക്കസ് പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസുകൾ കണ്ടുപിടിച്ച് അതിലേക്ക് ആളുകളെ ആകർഷിക്കുക, അതിന് ഇക്കോ ഫ്രണ്ട്ലി ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നു, ടൂറിസം കോറിഡോർസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 10 സിറ്റീസ്, പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള 10 സിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പം ഓവറോൾ ഒരു ടൂറിസ്റ്റ് എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതോടു കൂടി ടൂറിസ്റ്റിനെ മാക്സിമം എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലുള്ള ടൂറിസം പോളിസി ആയിരിക്കും പുതുതായിട്ട് വരാൻ പോകുന്നത്. സോ ഇതിനെക്കുറിച്ചൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകളോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ വരുന്ന ക്യാബിനറ്റ് മീറ്റിങ്ങിലോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ ഹോട്ടൽ സ്റ്റോക്കുകൾ, ടൂറിസം ഫിനാൻസ് കോർപ്പറേഷൻ TFC ഒക്കെ ഉണ്ട്, ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് സെഗ്മെൻറ്റോ സ്റ്റോക്കുകൾ, ഹോട്ടൽ സ്റ്റോക്കുകളൊക്കെ തന്നെ ലൈംലൈറ്റിലേക്ക് വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതായത് മറ്റൊന്ന് ടാറ്റ പവർ റിന്യൂവബിൾസ് ആണ്. അവർ ടിവറ്റ് ഇലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നിരിക്കുന്നു. ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എക്യുപ്മെൻറ്റ്സ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട കരാറുകളിലാണ് വന്നിരിക്കുന്നത്. ഏതായാലും നിറയെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള ഒരുപാട് ഓഹരികളും വാർത്തകളുമാണ് നമുക്ക് വീണ്ടും ഉള്ളത്. നാളെയും ഒരു റേഞ്ച് ബൗണ്ട് ആക്ടിവിറ്റിക്ക് പുറത്തേക്ക് മാർക്കറ്റ് വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. ഇന്നത്തെ വൈകുന്നേരത്തുള്ള ഡാറ്റകൾ പ്രധാനമാണ്. നാളെ വരുന്ന ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. ഏതായാലും മാർക്കറ്റ് ഇന്നും നാളെയും അല്ലെങ്കിൽ ഈ വീക്കെൻഡോട് കൂടി ഒരു പുതിയ ടേൺ നൽകും, ഒരു റേഞ്ച് ബൗണ്ട് ആക്ടിവിറ്റിയിൽ നിന്നും പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് വിശ്വാസം. നല്ലൊരു ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. മറ്റുള്ള നമ്മുടെ കൂടുതൽ റിസർച്ച് വീഡിയോസിനും നമ്മുടെ കൂടുതൽ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതിൽ 2 ചാനലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ഞാൻ തന്നെ നേരിട്ട് ഡീൽ ചെയ്യുന്ന മാർക്കറ്റ് സ്വിംഗ് ഈസ് കിങ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ എൻ്റെ നേതൃത്വത്തിൽ തന്നെയുള്ള സ്വിംഗ് ഈസ് കിങ് മാർക്കറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഫേമുമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ IPOകൾ ലൈവാണ്. നമ്മുടെ IPO റിവ്യൂ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മൊബിവിക് IPO, അതുപോലെ തന്നെ സായി ലൈഫ് സ്റ്റൈല്, വിശാൽ മെഗാമാർട്ട് IPO ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് IPO അനാലിസിസ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കാണുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതെ പോവുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. താങ്ക്